നമസ്കാരം, വെൽക്കം ടു എക്സൽ മാത്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സസൈസ് ചെയ്തു അല്ലെ? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, അത് വെച്ചുള്ള എക്സസൈസ് നമ്മൾ ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്തു നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ എടുക്കുകയാണ്. 19, 28, 37 എക്സെട്ര. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം ഈക്വൽ ടു 19 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താ? 28 മൈനസ് 19 അല്ലെ? 28 മൈനസ് 19 ഈക്വൽസ് 9. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് അറിയേണ്ടത്. അതിനു മുമ്പായിട്ട് ഞാനിപ്പോ എനിക്ക് ഇതിന്റെ ഒരു 20th ടേം അല്ലെങ്കിൽ 15th ടേം കാണണം. ഈ സീക്വൻസിലെ 15th ടേം കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? x15 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? അത് ഫസ്റ്റ് ടേമിനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് പിന്നെ എന്ത് ചെയ്യും? ആ 15th ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യണം അല്ലെ? അതായത് പൊസിഷൻ മൈനസ് ചെയ്യണം. 15th പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ. അപ്പൊ 15 മൈനസ് 1 14 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ്. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഇത് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ കിട്ടണ്ടേ? x15 കിട്ടും അല്ലെ? ഇനി അതേപോലെ തന്നെ x20 20th ടേം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഫസ്റ്റ് ടേം പ്ലസ് ഇവിടെ എന്താ വരിക? അപ്പൊ 14 വരുമോ? അല്ല, 20 മൈനസ് 1 ചെയ്യണം അല്ലെ? പൊസിഷൻ ഡിഫറൻസ് ആണ് 20 മൈനസ് ഫസ്റ്റ് ടേമിന്റെ പൊസിഷൻ, അതായത് 1. 20 മൈനസ് 1 19 ഇൻറ്റു 9. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓരോ ടേമും നമ്മൾ ഈ സീക്വൻസിലെ കണ്ടുപിടിക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ എഴുതുന്നത് നമുക്കൊരു ജനറൽ ആയിട്ടൊന്ന് എഴുതി വെക്കാം. അതായത് ഈ സീക്വൻസിന്റെ nth ടേം കാണണം എനിക്ക്. അപ്പൊ ഞാൻ അത് എങ്ങനെ എഴുതും? xn ഈക്വൽ ടു ഫസ്റ്റ് ടേമിന് മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ഫസ്റ്റ് ടേം പ്ലസ് പിന്നെ അടുത്തത് എന്താ വരിക? n മൈനസ് 1 ചെയ്യണം അല്ലെ? പൊസിഷൻ എന്ന് പറയുന്നത് ഇത് n ആയിരിക്കും, ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് n ആയിരിക്കും, ഇവിടുത്തെ ഫസ്റ്റ്. അപ്പൊ n മൈനസ് 1 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു കോമൺ ഡിഫറൻസ്, അതിനും മാറ്റമില്ല, അത് d. ഇതിപ്പോ ഇവിടെ a എന്ന് എടുത്തോ, ഫസ്റ്റ് ടേം a എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഞാൻ ഈ ഫോമുല നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്നായിരുന്നു, എന്നാലും ഒന്നുകൂടി ചെയ്യണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 19 പ്ലസ് n മൈനസ് 1 അറിയില്ല. കാരണം എന്താ? കാരണം nth ടേമിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, എത്രാമത്തെ ടേം നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇനി d എന്ന് പറയുന്നത് എന്താ? 9. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 19 പ്ലസ് 9n മൈനസ് 9. അപ്പോൾ 90 മൈനസ് 9 ചെയ്യാലോ? 9 എന്നുള്ള വേരിയബിൾ ഉള്ളതുകൊണ്ട് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ 19 മൈനസ് 9 എത്രയാ? 10. അപ്പോ 9n പ്ലസ് 10 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 9n പ്ലസ് 10 എന്ന് നമുക്ക് ഇത് എഴുതാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഈ സീക്വൻസ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാ വന്നേ? 9n പ്ലസ് 10. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ സീക്വൻസിന് ഇതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് മനസ്സിലായി. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് ഹാഫ് 3/4 1 എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ എക്സ്പ്രഷൻ nth ടേം അല്ലെങ്കിൽ xn എന്ന് പറയുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇതുപോലെ എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഫ് ആണ്, ഹാഫ് പ്ലസ് പിന്നെ എന്താ ചെയ്യേണ്ടത്? n മൈനസ് 1. അതിന് മാറ്റമൊന്നുമില്ല, nth ടേമിന്റെ ആണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ട് n-ന് മാറ്റമൊന്നുമില്ല, നമുക്ക് n-ന്റെ വാല്യൂ അറിയില്ല. ഇനി എന്താ തന്നെ? n മൈനസ് 1 ഇൻറ്റു d. d എന്ന് പറയുന്നത് എന്താ? കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? 3/4 മൈനസ് 1/2 എത്ര വരും? 1/4 വരും, അതായത് ഇൻറ്റു 1/4. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഹാഫ് പ്ലസ് 1/4 n മൈനസ് 1/4. ഹാഫ് മൈനസ് 1/4 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 1/4 വന്നു അല്ലെ? അരയിൽ കാല് കുറച്ച കാല് തന്നെ പ്ലസ് 1/4 n. ഇതിൽ രണ്ടിലും 1/4 കോമൺ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. 1/4 ബ്രാക്കറ്റിന്റെ ഔട്ട് സൈഡ് എടുത്തു, ബാക്കി എന്ത് വന്നു? n പ്ലസ് 1. അപ്പോ ഈ എക്സ്പ്രഷന്റെ ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ വന്നു? 1/4 ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് കേസ് കണ്ടു, രണ്ട് എക്സാമ്പിൾ എടുത്ത് നമ്മൾ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി. ഇത് ഏത് അരിത്തമെറ്റിക് സീക്വൻസിനും ഇതേ എക്സ്പ്രഷൻ ആയിരിക്കുമോ വരുന്നത്, ഇതുപോലെ തന്നെ വരുമോ എന്ന് നമുക്ക് ജനറൽ ആയിട്ട് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം f എന്ന് എടുക്കുവാണ്. അതുപോലെ കോമൺ ഡിഫറൻസ് d. ഫസ്റ്റ് ടേം f, കോമൺ ഡിഫറൻസ് d. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഇത് വരുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് nth ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? nth ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലെ? അപ്പോ ഇനി ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈ ചെയ്തതുപോലെ
അപ്പോ ഫസ്റ്റ് ടേം പ്ലസ് ഡി എൻ മൈനസ് ഡി ഇങ്ങനെ വന്നു. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതിനി എങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ട് നമ്പേഴ്സ് ആണ്, ഇത് മാത്രമാണ് വേരിയബിൾ ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതും ഡി എൻ പ്ലസ് ഇത് രണ്ടും ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എന്നുള്ളത് ഒരുമിച്ച് എഴുതി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. നോക്കി, ഒരു എന്നിന്റെ വേരിയബിൾ ആയിട്ട് ഡി എൻ കണ്ട പ്ലസ് 10 അതുപോലെ എഫ് മൈനസ് ഡി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? നമുക്ക് ഇപ്പൊ ഒരു ഏതൊരു കേസ് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അതിന്റെ ആ nth ടേമിന്റെ എത്രാമത്തെ ടേം ആണോ കണ്ടത് nth ടേം എന്ന് പറഞ്ഞാൽ അതേ ഇൻറ്റു കോമൺ ഡിഫറൻസ് പ്ലസ് പിന്നെ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, അതായത് ഇത് ചെയ്യുന്നതാണ് അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത് ഏത് അരിത്തമെറ്റിക് സീക്വൻസിലും ഇത് സെയിം ആയിരിക്കും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് അത് എങ്ങനെ പറയാം? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണെങ്കിൽ എ എൻ പ്ലസ് ബി, ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് മൈനസ് ഡി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും ബി, ഡി എൻ വരെ എ എന്ന് എഴുതുന്നുള്ളൂ. എ എന്ന് പറയുന്നത് ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ അതിനൊരു ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ആൾജിബ്രിക് എക്സ്പ്രഷൻ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിനെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ ഏത് ഫോമിൽ വരും? എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഇവിടെ കിട്ടിയതുപോലെ തന്നെ എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്, ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. കണ്ടോ? അപ്പോ ഈ കിട്ടിയതുപോലെ തന്നെ ഇതൊരു ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന്. ഇനി ഈ ഒരു ഫോമിലുള്ള ഏത് സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ടേം എന്ന് പറഞ്ഞാൽ എ എൻ പ്ലസ് ബി ആണെങ്കിൽ അടുത്ത കോൺസിക്യൂട്ടീവ് ടേം, അതായത് അതിന്റെ അടുത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എ എൻ പ്ലസ് 1 പ്ലസ് ബി അല്ലെ? അടുത്ത ടേം എന്ന് പറയുമ്പോൾ എൻ ഒന്ന് കൂട്ടുന്നതായിരിക്കും, വേറെ ഒന്നിനും വ്യത്യാസം വരില്ല. കോമൺ ഡിഫറൻസിന് വ്യത്യാസം വരില്ല. ഈ ബി എന്ന ഇത് കോൺസ്റ്റന്റ് ആണ്, അതിനും വ്യത്യാസം വരില്ല. വരുന്നത് ഈ വേരിയബിളിലാണ്. അത് ഇത് ഒന്നാണെങ്കിൽ അതിനോട് അടുത്ത നമ്പർ കൂട്ടണം, എൻ പ്ലസ് 1 വരണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എൻ പ്ലസ് 1 പ്ലസ് ബി മൈനസ് അതിന് പ്രീവിയസ് ടേം ആയിട്ട് കുറയ്ക്കണല്ലേ കോമൺ ഡിഫറൻസ്, അതായത് എ എൻ പ്ലസ് ബി. ഇനി മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഇവിടെ ഓപ്പൺ ചെയ്യണം. അപ്പൊ എ എൻ പ്ലസ് എ പ്ലസ് ബി മൈനസ് എ എൻ മൈനസ് ബി. മൈനസ് ബിയും ക്യാൻസൽ ആയി, മൈനസ് എ എനും പ്ലസ് എ എനും ക്യാൻസൽ ആയി. ബാക്കി എന്താ വന്നത്? കോമൺ ഡിഫറൻസ് എ. കണ്ടോ? അപ്പോ ഇങ്ങനെ ഒരു ഫോം ഈ ഒരു എക്സ്പ്രഷനിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആയിരിക്കും. അത് തിരിച്ചും മറിച്ചും അത് ശരിയാണെന്നാണ് പറയുന്നത്. In any arithmetic sequence, the algebraic expression will be in the form xn equal to an plus b. Or conversely, we can say that if an algebraic expression is in the form xn equal to an plus b, then it will be an arithmetic sequence. Okay. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, 1/2, 5/6, 7/6, etc. ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കാണണം. നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനുള്ള ഫോർമുല അറിയാം, xn ഈക്വൽ ടു an പ്ലസ് ബി. അപ്പൊ നമ്മൾ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. a എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്. അപ്പൊ a എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണും? 5/6 മൈനസ് 1/2. എത്രയാണ്? ഇവിടെ 6 എൽസിയം ആയിട്ട് എടുക്കാം. അപ്പൊ 5 മൈനസ് 3, അതായത് 2/6 which is equal to 1/3. നമുക്ക് കോമൺ ഡിഫറൻസ് 1/3 കിട്ടി. ഇനി b എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലെ? അപ്പൊ നമ്മൾ അത് ചെയ്തും എഫ് മൈനസ് ഡി അല്ലെങ്കിൽ എഫ് മൈനസ് എ കോമൺ ഡിഫറൻസ്, അതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഫ് ആണ്, ഹാഫ് മൈനസ് 1/3, അത് എത്ര വരും? 6. 2 3 എൽസിയം 6, 3 മൈനസ് 2, അതായത് 1/6. ഓക്കെ, ഇനി ഇത് ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എൻ ഈക്വൽ ടു 1/3 കോമൺ ഡിഫറൻസ് 1/3 ഇൻറ്റു എൻ അറിയില്ല പ്ലസ് ബി. ബി എത്രയാ? 1/6. ഓക്കെ, ഇവിടെ 1/6 ഇവിടെ കോമൺ ഫാക്ടർ 3 ഉണ്ട്. ആ 3 ഔട്ട്സൈഡ് എടുക്കാം നമുക്ക്. 1/3 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1/2. ഓക്കെ, ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ അതിങ്ങനെ എഴുതാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷനെ കുറിച്ചുള്ള എക്സസൈസ് ആണ് അടുത്തത്. നമുക്ക് ഇനി അത് ചെയ്തു നോക്കാം. ഓക്കെ, so move on to the first question given in page number 24.
The eighth term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? Eighth term is 12 and 12th term is 8. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആകെ തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം പൊസിഷൻ ഡിഫറൻസും നോക്കാം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടുമാണ് പൊസിഷൻ, ഇത് രണ്ടും ടേം ആണ്. നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതേണ്ട ഫോർമുല എന്താ? xn ഈക്വൽ ടു an പ്ലസ് ബി. ഈ ഫോർമുല നമുക്ക് വച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്താണ് നമ്മൾ ബി കണ്ടുപിടിക്കുന്നത് അല്ലെ. പക്ഷെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല. 8th ടേമും 12th ടേമോ അറിയുള്ളൂ. അതുകൊണ്ട് ബി അവിടെ നിൽക്കട്ടെ. പക്ഷെ 8th ടേം x8 ഈക്വൽ ടു 12 എന്നും x12 ഈക്വൽ ടു 8 എന്നും നമുക്കറിയാം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 8th ടേം x8 ഈക്വൽ ടു 12, 12th ടേം ഈസ് 8. ഇത് രണ്ടും നമുക്കറിയാം. ഇനി കോമൺ ഡിഫറൻസ് കാണേണ്ടത് എങ്ങനെയാ? നമ്മൾ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കാണാറ്? ആദ്യം പൊസിഷൻ ഡിഫറൻസ് എടുക്കും. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 12 മൈനസ് 8 ഈക്വൽസ് 4. ഇനി അതുപോലെ തന്നെ ഇത് ചെയ്യും. ഇതെന്താ? ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്രയാ വരുന്നത്? 8 മൈനസ് 12 നെഗറ്റീവ് നമ്പർ വരുന്നത് -4. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാറ് അല്ലെ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിന്റെ 4 ടൈംസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? -4/4 is equal to -1. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് എന്നുള്ളത് -1 ആണ് നമുക്ക് കിട്ടി. ഇനി അത് ഈ കിട്ടിയ വാല്യൂസ് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഏത് x8 ഈക്വൽ ടു 12 എന്നാൽ ഇത് നമുക്ക് കേസ് എടുക്കാം. ഏത് എടുത്താലും നമുക്ക് സെയിം കിട്ടും. x8 ഈക്വൽ ടു 12 എന്നുള്ളത് എടുക്കാം. അതായത് x8 ഈക്വൽസ് കോമൺ ഡിഫറൻസ് -1, n അറിയില്ല, n നമുക്കറിയാം. സോറി, n ഇവിടെ എത്രയാ? 8. 1 into 8 പ്ലസ് b എത്രയാ? b അറിയില്ല. ഓക്കെ, അപ്പൊ x8 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ? 12. 12 ഈക്വൽസ് -8 പ്ലസ് b. അപ്പൊ ഇതിന് b കിട്ടൂലോ. b ഈക്വൽസ് 12 പ്ലസ് 8 ഈക്വൽസ് 20. കണ്ട, ഇനി നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുന്നത് എപ്പോഴും nth ടേം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. അപ്പോ അത് നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ബിയുടെ വാല്യൂ കിട്ടി, നമുക്ക് a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് xn nth ടേം എങ്ങനെ വരും? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോ a യുടെ വാല്യൂ എന്താ? -1 ഇൻറ്റു n പ്ലസ് b എത്രയാ? 20. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 20 മൈനസ് n. കിട്ടിയ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനിയിപ്പോ ഇവിടെ ഞാൻ x8 ഈക്വൽ ടു 12 എടുത്താ ചെയ്തത്. അതിന് പകരം നമുക്ക് x12 ഈക്വൽ ടു 8 ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമ്മൾ ഇവിടെ അതുപോലെ തന്നെ ചെയ്തു നോക്കാം. അപ്പൊ ബിയുടെ വാല്യൂ എന്താ വരുന്നത്? x12 ഈക്വൽസ് -1 ഇൻറ്റു 12 പ്ലസ് b വരും. x12 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ഈക്വൽസ് -12 പ്ലസ് b. therefore b ഈക്വൽസ് സെയിം വാല്യൂ 8 പ്ലസ് 12 which is equal to 20. കണ്ടോ, ഇതിൽ ഏത് കിട്ടിയാലും ഏതിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ബിയുടെ വാല്യൂ കിട്ടിയാൽ മതി. ബിയുടെ വാല്യൂ കിട്ടിയാലാണ് നമുക്ക് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഫോർമുലയിലിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, now move on to the second question. The bird problem in class 8 can be excitedly changed as follows. One bird said we and we again, together with half of us and half of that, and one more is a natural number. Write all the possible number of birds starting from the least. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences. ഇവിടെ ഇപ്പൊ നമുക്ക് ആദ്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ബേർഡ് പറയുന്നത് പോലെ എഴുതി നോക്കാം. വി എന്ന് പറയുമ്പോൾ നമ്മൾ. അപ്പൊ നമ്മൾ അതിനെ ലെറ്റ്സ് ടേക്ക് വി ആസ് എക്സ്. എക്സ് എന്ന് എടുത്തു. നമ്മൾ എന്ന് പറയുമ്പോൾ എക്സ് നമ്പേഴ്സ് ആണെന്ന് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി അഗെയിൻ. അപ്പൊ അഗെയിൻ നമുക്ക് ഒന്നും കൂടി എക്സ് എഴുതണം. നമ്മളും 2 പ്രാവശ്യമാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് കൂട്ടി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടുഗദർ വിത്ത് ഹാഫ് ഓഫ് us, നമ്മുടെ പാതിയും. അപ്പൊ x/2. ഓക്കെ, പിന്നെ ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, ഇതിന്റെ ഹാഫ്, ഈ പാതിയുടെ പകുതി എടുക്കണം. അപ്പൊ x/2/2 വരും. x/2/2 എന്ന് പറഞ്ഞാൽ എന്താ? x/4. ഓക്കെ, x/4. പിന്നെ ആൻഡ് വൺ മോർ പ്ലസ് 1 ഈസ് എ നാച്ചുറൽ നമ്പർ. ഇതൊരു നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോ അങ്ങനെയാവുമ്പോ ആ സീക്വൻസ് എത്ര ബേർഡ്സ് ഉണ്ടെന്നുള്ളതിന്റെ സീക്വൻസ് എഴുതണം, അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണം. അതുപോലെ തന്നെ ഈ സമ്മിന്റെ സീക്വൻസ് എഴുതി അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. വി അഗെയിൻ വി ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് and together with half of that and again half of that. അതായത് നമ്മളും നമ്മുടെ പാതിയും പിന്നെ പാതിയുടെ പകുതിയും പിന്നെ ഒന്നും കൂടി ചേർന്നാൽ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എക്സ് എന്നുള്ളത് നമ്മൾ എന്നുള്ള രീതിയിൽ എടുത്തു. എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4 പ്ലസ് 1 is a natural number. ഓക്കെ, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് ഇവിടെ എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4 ഉണ്ട്. അവിടെ നമുക്ക് LCM 4 കോമൺ എടുക്കാം. 2 ടൈംസ് അപ്പൊ 2x പ്ലസ് എക്സ് വരും. 2x പ്ലസ് എക്സ് പ്ലസ് 1 അതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ഇനി 2x പ്ലസ് 1 പ്ലസ് ഇതെത്രയാ 3x ബൈ 4. 3x ബൈ 4 ഇവിടെ നമുക്ക് LCM കോമൺ ആയിട്ട് എല്ലാത്തിനും എടുക്കാമല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് നമുക്ക് ഇനിയും സോൾവ് ചെയ്യാൻ LCM കോമൺ 4 എടുക്കാം ബൈ 4. അപ്പൊ ഇവിടെ എത്ര വരും 8x പ്ലസ് 4 പ്ലസ് 3x is a natural number. അപ്പൊ ഇത് എത്ര വന്നു 11x പ്ലസ് 4 ബൈ 4 is a natural number. ഈ ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ ചെയ്തു വരുന്ന ഓരോ തവണയും നമ്മൾ ഈ സോൾവ് ചെയ്ത് വരുമ്പോഴും അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇനി 11x പ്ലസ് 4 ബൈ 4 ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ 4 കൊണ്ട്, അതായത് 11x പ്ലസ് 4നെ നമുക്ക് 4 കൊണ്ട് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു നാച്ചുറൽ നമ്പർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഈ 11x പ്ലസ് 4നെ നമുക്ക് 4 കൊണ്ട് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് therefore we can say that 11x plus 4 is a multiple of 4. 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് 11x plus 4 is a multiple of 4 എന്ന് പറയാൻ പറ്റില്ല. 11x plus 4 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ അതൊരു നാച്ചുറൽ നമ്പർ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാൻ അപ്പൊ 11x is a multiple of 4. അതായത് ഒരു നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനോട് 4 കൂട്ടിയാലും കിട്ടുന്ന നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൽ നിന്ന് 4 കുറച്ചാലും 11x എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 3ഓ 5ഓ ഒന്നും അല്ല കുറയ്ക്കുന്നത്, 4 തന്നെയാണ് മൾട്ടിപ്പിൾ. 4 തന്നെ കുറയ്ക്കുന്നതുകൊണ്ട് കിട്ടുന്ന ആൻസറും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 11x ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്, അതായത് അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, x ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 4. x എന്ന് പറയുന്നതും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം 11x ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എക്സിനോട് എത്ര, ഈ x എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആയാലും into 11 എന്നോട് 11 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4ന്റെ അത് മൾട്ടിപ്പിൾ ആവുകയാണെങ്കിൽ x എന്ന് പറയണം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും, 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ആ സീക്വൻസ് വരുന്നത് എങ്ങനെയായിരിക്കും, 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ, 4, 8. ഇതെങ്ങനെയാ ഇതിന്റെ 4 into 1 4, 4 into 2 8, 4 into 3 12, 4 into 4 16, 4 into 5 20 etc. ഇതാണ് 4ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഈ x എന്ന് പറയുന്നത് ഈ വാല്യൂസ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് ചിലപ്പോ 4 ആവാം, അല്ലെങ്കിൽ 8 ആവാം, അല്ലെങ്കിൽ 12 ആവാം, 16 ആവാം, 20 ആവാം. അതിനനുസരിച്ച് ഈ സം ഇങ്ങനെ പോകും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ സീക്വൻസ് വെച്ചിട്ട് ആദ്യം ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് ഇതായിരിക്കും അതിന്റെ സീക്വൻസ്. എക്സിന്റെ വാല്യൂസ് 4ഓ 8ഓ 12ഓ 16ഓ 20ഓ എങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സം ടോൾഡ് ബൈ ബേർഡ്സ് നമ്മളൊരു കണക്ക് പറഞ്ഞില്ലായിരുന്നോ, എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4 പ്ലസ് 1. ഇതാണ് ബേർഡ് പറഞ്ഞ സം അല്ലെ. ഈ സം ഇതിന്റെ സീക്വൻസ് എങ്ങനെ വരും, എക്സിന് ഇത് ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോ എങ്ങനെയാ വന്നേരുന്നത്, 11x പ്ലസ് 4 ഇങ്ങനെ വന്നിരുന്നു അല്ലെ. 11x പ്ലസ് 4 ബൈ 4. ഇവിടെ 4 കോമൺ ആയിട്ട് ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ. 11x ബൈ 4 പ്ലസ് 1 അല്ലെ. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിയായിരുന്നു. ഇനി എക്സിന് ഓരോ വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ, 4 8 12 4 8 12 16 എക്സെട്ര. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ സമ്മിന്റെ സീക്വൻസ്, ഈ സം ടോൾഡ് ബൈ ബേർഡ്സ്, ഇതിന്റെ സീക്വൻസ് എങ്ങനെ വരും,
11 into ആദ്യം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 11 into 4 by 4 plus 1 ഇത് 44 അല്ലെങ്കിൽ 4ഉം 4ഉം ക്യാൻസൽ ആയി. അപ്പൊ എന്ത് വന്നു 12. അപ്പൊ ആദ്യത്തെ സീക്വൻസിന്റെ നമ്പർ എക്സിന് 4 കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന സം എത്രയായിരിക്കും 12 ആയിരിക്കും. അല്ലെങ്കിൽ ഇനി എക്സിന് നമ്മൾ 8 ആണ് കൊടുക്കണമെങ്കിലോ ഇവിടെ 8 വരും. അപ്പൊ ഇത് വെട്ടി പോകുമ്പോൾ 2 കിട്ടും അല്ലേ 2. അപ്പൊ 22 plus 1 23 കോമ ഇനി എക്സിന് 12 ആണ് കൊടുക്കണമെങ്കിലോ ഇവിടെ നമുക്ക് കിട്ടണത് 11 into 12 by 4 plus 1 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വന്നു 33 plus 1 34. ഓക്കെ ഇതായിരിക്കും ആ സീക്വൻസ് പോകുന്നത്. മനസ്സിലായ? ഇനി ഈ രണ്ട് സീക്വൻസില് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തെ കേസ് എടുക്കാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാ ഫോർമുല xn equal to an plus b. a എന്ന് പറഞ്ഞാൽ എത്രയാ കോമൺ ഡിഫറൻസ് 8 minus 4 4 n അറിയില്ല പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അതായത് 4 minus 4 എത്രയാ അത് 0. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ xn equals 4n. ഓക്കെ ഇവിടെ ബി എന്ന് പറഞ്ഞത് എന്താ ശരിക്കും ബി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു എഫ് മൈനസ് ഡി ആണ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കോമൺ ഡിഫറൻസ് 4 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേമും 4 ആണ്. 4 minus 4 0 കിട്ടി. ഇനി അടുത്തത് ഈ കേസിൽ എങ്ങനെയാ വരുന്നത് ഇതുപോലെ തന്നെ xn ഈക്വൽസ് an പ്ലസ് ബി. എ കോമൺ ഡിഫറൻസ് 23 minus 12 എത്രയാ 11. അപ്പൊ 11n പ്ലസ് ബി എത്രയാ 12. 12 minus 11 ചെയ്യണം അല്ലെ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എത്ര വരും അത് 1 വരും. അപ്പൊ 11n plus 1 xn equals 11n plus 1. ഇതാണ് ഇതിന്റെ algebraic expression. So we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.